നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ. എന്താണ് ഫിലോസഫിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ഇവ തമ്മിൽ ഭയങ്കര റിലേറ്റഡാണ്. അതായത് ഫിലോസഫി ഇല്ലാതെ എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ ഇല്ലാതെ ഫിലോസഫിയും ഇല്ല. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ബോത്ത് ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ ആർ ഇൻ്റർ റിലേറ്റഡ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ തിയറിയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ഫിലോസഫിയാണ്, വിച്ച് ഈസ് കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. തിയറി പ്രാക്ടീസിലേക്കും പ്രാക്ടീസ് തിയറിയിലേക്കും ലീഡ് ചെയ്യുന്ന ഒന്നാണ് ഈ ഫിലോസഫിയും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഫിലോസഫി ചിന്തിക്കാനായിട്ട് അനുവദിക്കുന്നു, എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. രണ്ടാമത്തത്, ഫിലോസഫി ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ എഡ്യൂക്കേഷൻ. ഫിലോസഫി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? പ്രോബ്ലംസ് ഓഫ് എഡ്യൂക്കേഷൻ സോൾവ്ഡ് ബൈ ദി ഗൈഡ് ലൈൻസ് ഓഫ് ഫിലോസഫി. നമ്മൾ പറയത്തില്ലേ, എഡ്യൂക്കേഷൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ കണ്ടുപിടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ എവിടെ കൂടിയാണ് സോൾവ് ചെയ്യുന്നത്? ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യുന്നത്. എല്ലാ ഫിലോസഫേഴ്സും അവരുടെ ഫിലോസഫീസ് എവിടെ കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? എഡ്യൂക്കേഷനിൽ കൂടെ. അവർ വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴാണ് ഫിലോസഫേഴ്സിൻ്റെ ഫിലോസഫീസ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ എല്ലാ ഫിലോസഫേഴ്സും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിൽ കൂടെയാണ്? എഡ്യൂക്കേഷനിൽ കൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് എ ബേസ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ഫിലോസഫി. ഇപ്പോൾ നമുക്ക് ഒരു ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ബേസ് വേണം. ആ ബേസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? എഡ്യൂക്കേഷനാണ്. അതുപോലെ എഡ്യൂക്കേഷനാണ് ഫിലോസഫി ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൊണ്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിലോസഫി ജീവനോടെ ഇരിക്കാൻ കാരണം ആരാണ്? എഡ്യൂക്കേഷനാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫിലോസഫിക്കൽ പോയിൻറ്റ്, നമുക്കിപ്പോൾ സോക്രട്ടീസിൻ്റെ ഫിലോസഫി ഇതിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത്, പഠിക്കുന്നതിൽ കൂടിയല്ലേ. അപ്പോൾ എഡ്യൂക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫിലോസഫി ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പോകുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് കോൺക്രീറ്റ് ഫോം ടു ഫിലോസഫി ബൈ ട്രാൻസ്ലേറ്റിംഗ് ഇറ്റ് ഇൻ ടു ആക്ഷൻ. എഡ്യൂക്കേഷനാണ് ഫിലോസഫിക്ക് ഒരു കോൺക്രീറ്റ് ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മറ്റേത് ആബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ ബാക്കിൽ, അതായത് നമ്മുടെ ഇപ്പം മുഖത്ത് നമ്മുടെ മുന്നിൽ കാണുന്ന സത്യത്തിനേക്കാളും പിന്നിൽ എന്ത് കിടപ്പുണ്ടെന്ന് അന്വേഷിക്കുന്നതാണ് ഫിലോസഫി എന്ന് പറഞ്ഞില്ലേ. അവിടെ എന്താണുള്ളത്? ആബ്സ്ട്രാക്റ്റ് ഐഡിയാസ് എന്നുള്ളത്. ഈ ആബ്സ്ട്രാക്റ്റ് ഐഡിയ ഉള്ള ഫിലോസഫിക്ക് ഒരു കോൺക്രീറ്റ് ഫോം കൊടുക്കുന്നത് ആരാണ്? എഡ്യൂക്കേഷനാണ്. അതിനെ ആക്ഷൻസിൽ കൊണ്ടുവന്നിട്ട്. എഡ്യൂക്കേഷൻ എക്സ്പ്ലൈൻസ് ഫിലോസഫി വിത്ത് ന്യൂ പ്രോബ്ലംസ്. എഡ്യൂക്കേഷൻ ഫിലോസഫിയെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫിലോസഫി ഉണ്ടെങ്കിലേ എഡ്യൂക്കേഷൻ്റെ ഓരോ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എഡ്യൂക്കേഷനാണ് ഫിലോസഫിയുടെ പുതിയ പുതിയ പ്രോബ്ലംസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ ഫിലോസഫിയെ ടെസ്റ്റ് ചെയ്യുന്നു ഇൻ ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻസ്. ഫിലോസഫി നമ്മുടെ കണ്ടീഷൻസിൽ, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ ഓക്കെ ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. അതിനാര് വേണം? വിദ്യാഭ്യാസം വേണം. അതുപോലെ എഡ്യൂക്കേഷൻ ഗീവ്സ് ബർത്ത് ടു ന്യൂ ഫിലോസഫീസ്. പുതിയ ഫിലോസഫീസ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ഡൈനാമിക് സൈഡാണ്. രണ്ട് സൈഡുമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ തോട്ട് ആൻഡ് ആപ്ലിക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് എന്ത് പറയുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ പ്ലാൻ സൈഡും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സൈഡുമാണ്. എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് അതിനെ കൊണ്ടൊന്ന് അപ്ലൈ ചെയ്യണ്ടേ? ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യണ്ടേ? സ്കൂളിൽ അപ്ലൈ ചെയ്യണ്ടേ? അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യണ്ടേ? ഇതെല്ലാം എന്താണ്? ആപ്ലിക്കേഷൻ സൈഡാണ്. അപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ, അത് നമുക്ക് അപ്ലൈ ചെയ്യാനും പഠിക്കണം. അങ്ങനെ പഠിക്കുന്നതാണ് എഡ്യൂക്കേഷനിൽ കൂടെ. അപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. Philosophy deals with the aims and principles to achieve those aims, whereas education deals with the means to achieve those aims. Philosophy എയിംസ് ആൻഡ് അച്ചീവ്മെൻറ്റ്, എയിംസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ അത് എങ്ങനെ അച്ചീവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതായത് എന്താണ് എയിംസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് ഫിലോസഫിയിൽ കൂടെയും അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ആര് വേണം? എഡ്യൂക്കേഷനും വേണം. അടുത്തത് മൂന്നാമത്തത്, എഡ്യൂക്കേഷൻ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഫിലോസഫി. നേരത്തെ പറഞ്ഞത് ഹൗ ഫിലോസഫി ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ എഡ്യൂക്കേഷൻ എന്നായിരുന്നു. ഇപ്പോൾ പറയുന്നത് എഡ്യൂക്കേഷൻ എങ്ങനെ ഫിലോസഫി ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. ഇവിടെ ആദ്യത്തെ പോയിന്റ് തന്നെ നമുക്ക് പറയാം. ഫിലോസഫി തിയറിയും എഡ്യൂക്കേഷൻ എന്താണ്? പ്രാക്ടീസുമാണ്. ഫിലോസഫി ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ എഡ്യൂക്കേഷൻ എന്താണ്? ഫിലോസഫിയുടെ ഒരു സബോർഡിനേറ്റ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഫിലോസഫി ബിക്കംസ് എ കണ്ടീഷൻ ഫോർ എഡ്യൂക്കേഷൻ. ഫിലോസഫിക്കൽ പോയിൻ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലോജിക്കാണ്, റാഷണലാണ്, സീക്വൻസാണ്, സിസ്റ്റമാണ്, ഫോമാണ്, ഡിസിപ്ലിനാണ്. അപ്പോൾ ഫ്രം ഫിലോസഫി എഡ്യൂക്കേഷൻ വി ഗെറ്റ്, നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ലോജിക്കൽ ഐഡിയാസ് കിട്ടുന്നുണ്ട്, റാഷണൽ തിങ്കിങ് കിട്ടുന്നുണ്ട്, സീക്വൻസ് ചെയ്യുന്നുണ്ട്, സിസ്റ്റം, ഒരു ഫോം, ഒരു ഡിസിപ്ലിൻ ഒക്കെ നമുക്ക് എന്തുണ്ട്? നമുക്ക് തരുന്നുണ്ട്. ഫിലോസഫി ഡിറ്റർമിൻസ് ദ റിയൽ ഡെസ്റ്റിനേഷൻ ടുവേഴ്സ് വിച്ച് എഡ്യൂക്കേഷൻ ഹാസ് ടു ഗോ. എങ്ങോട്ടേക്കാണ് ഈ എഡ്യൂക്കേഷൻ പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായ മാർഗം ആര് തരുന്നുണ്ട്? ഫിലോസഫി തരുന്നുണ്ട്. അതാണ് നമ്മുടെ റിയൽ ഡെസ്റ്റിനേഷനെ നമുക്ക് കാണിച്ചു തരുന്നത്. ഫിലോസഫി ഹാസ് ബീൻ ഓൾവേസ് ഇൻസ്പയർഡ് എഡ്യൂക്കേഷൻ തിയറി ആൻഡ് പ്രാക്ടീസ്. ഫിലോസഫി എഡ്യൂക്കേഷൻ തിയറിൻ്റെയും പ്രാക്ടീസിനെയും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു വിസ്ഡമാണ്. എഡ്യൂക്കേഷൻ ട്രാൻസ്മിറ്റ്സ് ദാറ്റ് വിസ്ഡം ഫ്രം വൺ ജനറേഷൻ ടു അനദർ.
ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷനാണ് എന്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഫിലോസഫിയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫിലോസഫി റെപ്രസെൻറ്റ്സ് എ സിസ്റ്റം ഓഫ് തോട്ട്. എഡ്യൂക്കേഷൻ എംബ്രൈസസ് വാട്ട് തോട്ട് ഇൻ ദി കണ്ടൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഫിലോസഫി ഒരു സിസ്റ്റം ഓഫ് തോട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ ആണെങ്കിലോ അതെങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ഫിലോസഫി തിയറിറ്റിക്കൽ പാർട്ടും എഡ്യൂക്കേഷൻ പ്രാക്ടിക്കൽ പാർട്ടുമാണ്. എംബ്രൈസസ് ദാറ്റ് തോട്ട് ഇൻ ദി കണ്ടൻറ്റ് ഓഫ് ആക്ഷൻ. ഫിലോസഫി എംബോഡീസ് എ വേ ഓഫ് ലൈഫ്. ജീവിത രീതി എന്താണെന്നുള്ളത് എംബോഡി ചെയ്യുന്നു. എഡ്യൂക്കേഷനിൽ കൂടെ നമുക്കത് പ്രിപ്പയർ ചെയ്യാനുള്ള മാർഗം തരുന്നു. ഫിലോസഫി ചില അബ്സ്ട്രാക്ഷൻസാണ് പറയുന്നത്, എഡ്യൂക്കേഷനാണ് കോൺക്രീറ്റ് ആണ് പറയുന്നത്. ട്രൂത്ത് ആൻഡ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ഫിലോസഫി. സത്യവും പ്രിൻസിപ്പിൾസും ഫിലോസഫിയിൽ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോസസ്സാണ്. ഫിലോസഫി ഡിറ്റർമിൻസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഫിലോസഫി നമ്മുടെ വേരിയസ് ആസ്പെക്ട്സിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ ആണെങ്കിലോ ഫിലോസഫിയുടെ ഒരു പാർട്ടായിട്ട് പറയാൻ പറ്റും. സോ ഫിലോസഫി ഈസ് ദി മദർ ഓഫ് ഓൾ സബ്ജക്റ്റ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും മദർ എന്ന് പറയുന്ന ആരാണ്, ഫിലോസഫിയാണ്. നമ്മുടെ ഡെഫിനിഷനിൽ എഴുതിയിട്ടുണ്ട്, ഫിലോസഫി ഈസ് ദി മദർ ഓഫ് ഓൾ ആർട്സ് ആൻഡ് സയൻസസ്. ഫിലോസഫി ഈസ് ദി മദർ ഓഫ് ഓൾ സബ്ജക്റ്റ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നൗ നെക്സ്റ്റ് വൺ, ഇമ്പാക്റ്റ് ഓഫ് ഫിലോസഫി ഓൺ എഡ്യൂക്കേഷൻ. എന്താണ് ഫിലോസഫി എഡ്യൂക്കേഷനുള്ള ഇമ്പാക്റ്റ് എന്ന് നോക്കാം. മറ്റത് ഇൻ്റർഡിപ്പെൻഡൻസ് ആയത് പറഞ്ഞത്, ഇപ്പം എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് നോക്കാം. ഫിലോസഫി എല്ലാ രീതിയിലും എഡ്യൂക്കേഷനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഏതിലൊക്കെയാണ്? ലക്ഷ്യം, കരിക്കുലം, മെത്തേഡ്സ്, ഡിസിപ്ലിൻ, റോൾ ഓഫ് ടീച്ചർ, എല്ലാത്തിലും എന്തുണ്ട്, ഫിലോസഫി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആദ്യം എയിംസ് ഓഫ് എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് ഒരു ഫിലോസഫി നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ എയിം. നമുക്കൊരു ലക്ഷ്യമില്ലേ, നമുക്കൊരു ഇൻഡിവിജ്വൽ എയിമില്ലേ, ആ ഇൻഡിവിജ്വൽ എയിമിനെ പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫിലോസഫി വേണം. എനിക്ക് എൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ എൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് ഫിലോസഫി എൻ്റെ ഫിലോസഫിയാണ് എൻ്റെ എയിം എന്ന് പറയുന്നത്, എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സോഷ്യൽ എയിം, നമ്മുടെ സൊസൈറ്റിക്കും ഉണ്ടൊരു ഫിലോസഫി. ആ സൊസൈറ്റിയുടെ ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മാറുന്നത്. എഡ്യൂക്കേഷൻ ഫോർ നോളജാണ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മുടെ വിദ്യയ്ക്ക് വേണ്ടി തരുന്ന ഒരു കാര്യമാണ് ഫിലോസഫി. കൾച്ചർ, ക്യാരക്ടർ ബിൽഡിംഗ്, ഇതെല്ലാം ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തരുന്ന. ഒക്കേഷൻ വേണോ, നിങ്ങൾക്ക് ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ വേണം. നല്ലൊരു ഫിലോസഫി ഉള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു ഒക്കേഷൻ ചൂസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ സിറ്റിസൺഷിപ്പ്, നല്ലൊരു സിറ്റിസൺഷിപ്പ്, നമുക്കൊരു ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ വേണം. നമ്മുടെ സിറ്റിസൺഷിപ്പ് എങ്ങനെ ആയിരിക്കണമെന്ന്, നമുക്ക് ഉത്തരവാദിത്തമുള്ള സിറ്റിസൺഷിപ്പ് വേണോ അതോ ലേസി ആയിട്ടുള്ള ഒരു സിറ്റിസൺഷിപ്പ് വേണോ എന്ന് യു ക്യാൻ ഡിസൈഡ്. സോ എഡ്യൂക്കേഷൻ ഫോർ സിറ്റിസൺഷിപ്പ്. ദെൻ എഡ്യൂക്കേഷൻ ഫോർ ദി കംപ്ലീറ്റ് ലൈഫ്, കംപ്ലീറ്റ് ലിവിങ്, നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. അതുപോലെ എഡ്യൂക്കേഷൻ ഫോർ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ. പീസ്, നാഷണലിസം, ഇൻ്റർനാഷണലിസം, യൂണിവേഴ്സലിസം. നമ്മുടെ സ്വന്തം രാജ്യത്തിനെ സ്നേഹിക്കണോ, മറ്റുള്ള രാജ്യങ്ങളെ സ്നേഹിക്കണോ, യൂണിവേഴ്സലായിട്ട് ചിന്തിക്കണോ, ഇതിനെല്ലാം എന്ത് വേണം, എഡ്യൂക്കേഷൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും, അല്ല ഫിലോസഫിയുടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫിലോസഫി ഇതിനെല്ലാത്തിനും എന്തുണ്ട്, ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിലോസഫി എഡ്യൂക്കേഷനിൽ ഇമ്പാക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളില്ല. അതിലാദ്യത്തേതാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞത്. ദെൻ അടുത്ത ഫിലോസഫി ആൻഡ് കരിക്കുലം. എങ്ങനെയാണ് കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? കരിക്കുലം എന്ന് വെച്ചാൽ അറിയാലോ, ഓൾ ദോസ് എക്സ്പീരിയൻസസ് വിച്ച് യു ആർ ഗെയിനിങ് ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് നോൺ ആസ് കരിക്കുലം. അപ്പോൾ എഡ്യൂക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിലോ ഇൻഎഫക്റ്റീവ് ആവണമെങ്കിലോ കരിക്കുലത്തിനെ ഡിപ്പെൻഡ് ചെയ്യുവേ. അപ്പോൾ നമ്മുടെ ലക്ഷ്യമനുസരിച്ച് നമ്മുടെ ഫിലോസഫി ചേഞ്ച് ചെയ്യും. അത് ആ ലക്ഷ്യത്തിന് പ്രാപ്തമാക്കണമെങ്കിൽ എന്ത് വേണം, നല്ലൊരു ബാലൻസ്ഡ് കരിക്കുലം വേണം, ഒരു സോഷ്യലി റെസ്പോൺസിബിൾ കരിക്കുലം വേണം, ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള കരിക്കുലം വേണം, സ്കിൽ ബേസ്ഡ് ഹ്യൂമൻ കരിക്കുലം വേണം. ടെക്സ്റ്റ് ബുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്കൊരു കരിക്കുലം പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേണം. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വാണ്ടിറ്റിയും കണ്ടൻറ്റും ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്, ഫിലോസഫി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നല്ലൊരു ജീവിതത്തിനെ പ്രതിനിധീകരിക്കും. അതുപോലെ ഫിലോസഫി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും, എങ്ങനെയാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഫിലോസഫി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡ്സ് എന്ന് പറയുന്നത് ടീച്ചർ ഹാസ് ടു മേക്ക് എ സ്റ്റുഡൻറ്റ് ടു ലേൺ. അപ്പോൾ ഈ കുട്ടികൾ ഇത് പഠിക്കണമെങ്കിൽ എന്ത് വേണം, നല്ലൊരു മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ക്ലാസ്സിൽ അഡോപ്റ്റ് ചെയ്യണം. അതിനും വേണം ഒരു ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഒരു നല്ല മെത്തേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികളെ കോൺടാക്ട് ചെയ്യാനും അതുപോലെ സബ്ജക്റ്റ് മാറ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കിച്ചു കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ഫിലോസഫി ആൻഡ് ഡിസിപ്ലിൻ. മിക്കവാറും നമ്മുടെ ഫിലോസഫിക്കകത്ത് കാണുന്നത് ഒരെണ്ണം സെൽഫ് ഡിസിപ്ലിനാണ്. സ്വന്തമായിട്ടാണല്ലോ ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടത്. എനിവേ ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം ആര് കൊടുത്തിട്ടുണ്ട്, ഫിലോസഫി കൊടുത്തിട്ടുണ്ട്. അത് ഏത് ലെവലൊക്കെ, എക്സ്റ്റേണൽ ഡിസിപ്ലിനായാലും ഇൻറ്റേർണൽ ഡിസിപ്ലിനായാലും എങ്ങനെയായിരുന്നാലും ഒരു ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ആ ഡിസിപ്ലിൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫിലോസഫി ഓഫ് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ടീച്ചർ ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എഡ്യൂക്കേഷൻ ആസ് മസ്റ്റ് ബി അവെയർ അബൌട്ട് ദി ഫിലോസഫി ഓഫ് ലൈഫ്. ജീവിതത്തിനെക്കുറിച്ചും ക്ലാസ് റൂമിനകത്തിരിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള ഫിലോസഫിയും പിന്നെ സൊസൈറ്റിക്കകത്തുള്ള ഫിലോസഫിയും ഒക്കെ കുറിച്ച് ആർക്ക് അറിവുണ്ടായിരിക്കണം? ഒരു ടീച്ചറിന് അറിവുണ്ടായിരിക്കണം. സോ ഫിലോസഫി ഹെൽപ്സ് ദി ടീച്ചർ ടു കുട്ടികളെ ടീച്ചറിന് എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? ടു അണ്ടർസ്റ്റാൻഡ് ദി പീപ്പിൾ, കുട്ടികളെ മനസ്സിലാക്കുക, അവൻ്റെ ലൈഫ്, അവൻ്റെ ആക്ഷൻസ്, അവൻ്റെ ഐഡിയാസ്, പ്രോബ്ലംസ്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഫിലോസഫി വേണം. സോ ഹി ഡയറക്ട്സ് ദി ടീച്ചർ, ഗൈഡ് എക്സ്പെരിമെൻറ്റ്സ്, ക്ലാരിഫൈ ദി നേച്ചർ ഓഫ് ദി എഡ്യൂക്കേഷൻ, rational thinking to critical constructivity and constructively and rationally. ഇതിനെല്ലാം എന്ത് വേണം? ഫിലോസഫി നമ്മളെ സഹായിക്കുന്നുണ്ട്.